നമസ്കാരം. വീഴ്ചയിലേറ്റ പരിക്കിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി ആശുപത്രി വിട്ടിരിക്കുന്നു. അതിനുശേഷം ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമായതോടെയാണ് മമതയുടെ ആവശ്യപ്രകാരം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീഴ്ചയിലുണ്ടായിട്ടുള്ള വലിയ ആഴത്തിലുള്ള മുറിവ് അത് തുന്നിക്കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കൊൽക്കത്ത കാലിഘട്ടിലെ വസതിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം നടന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പിന്നിൽ നിന്നും ആരോ തള്ളിയതോടെ മമത ഷോക്കേസിലിടിച്ച് വീഴുകയായിരുന്നു എന്നാണ് SSKM ആശുപത്രി ഡയറക്ടർമാർ ഇപ്പോൾ മാധ്യമങ്ങളോടടക്കം വിശദീകരിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം മുഖ്യമന്ത്രി കാൽവഴുതി വീഴുകയായിരുന്നോ, രക്തസമ്മർദ്ദത്തിലുണ്ടായ ഏറ്റക്കുറച്ചിലിൽ ബോധരഹിതയായതാണോ എന്നൊക്കെയുള്ള വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സ്ഥിരീകരിക്കണമെങ്കിൽ കൂടുതലായിട്ടുള്ള പരിശോധനകൾ ആവശ്യമായി വരേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 മമതാ ബാനർജി മുറിവേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് എന്നുള്ളതാണ് വസ്തുത. പിന്നിൽ നിന്ന് ആരോ തള്ളിയതിനെ തുടർന്ന് അവരെ തള്ളിയതിനെ തുടർന്നാണ് പരിക്കേറ്റത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെറ്റിയിലും മൂക്കിലുമൊക്കെ ആഴത്തിലുള്ള മുറിവേറ്റ പാടുകൾ, അതുമാത്രമല്ല രക്തം ഒലിച്ച നിലയിൽ ആണ് ഇവർ ചികിത്സ തേടി എത്തിയത് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടർമാർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: നിരീക്ഷണത്തിൽ തുടരാൻ തന്നെയാണ് മെഡിക്കൽ വിദഗ്ധർ നിർദ്ദേശിച്ചത് എങ്കിൽ കൂടിയും വീട്ടിലേക്ക് മടങ്ങണമെന്നുള്ള മമതയുടെ ആവശ്യപ്രകാരം അത്തരത്തിലാണ് അവരെ ഇപ്പോൾ വീട്ടിലേക്ക് മടക്കി അയച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ പിന്നിൽ നിന്ന് തന്നെ ആരോ തള്ളി വീഴ്ത്തിയതായി മമതയും പോലീസ് കമ്മീഷണറായിട്ടുള്ള വിനീത് ഗോയലിനോട് ഉൾപ്പെടുന്ന സംഘത്തോട് അല്ലെങ്കിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് അവർ പറഞ്ഞതായിട്ട് തന്നെയാണ് ടെലഗ്രാഫ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവത്തിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല എങ്കിൽ കൂടിയും അന്വേഷണം നടക്കുന്നുണ്ട്, വളരെ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. പിന്നിൽ നിന്ന് തള്ളിയതോ ആ തള്ളലിൽ നിന്ന് തന്നെയാണ് മമത വീണതെന്ന് തന്നെയാണ് സഹോദരൻ കാർത്തിക്കിൻ്റെ ഭാര്യയായിട്ടുള്ള കജാരി ബാനർജി മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടൊക്കെ പറയുകയും ചെയ്തത്. ഇതിനു പിന്നിൽ വലിയ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ മമതയുടെ ചിത്രം കഴിഞ്ഞ ദിവസമൊക്കെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തങ്ങളുടെ ചെയർപേഴ്സണായിട്ടുള്ള മമതാ ബാനർജിക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു, അവർ ആശുപത്രിയിൽ ആണ്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ അവരെയും ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള മമതാ ബാനർജിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് എക്സിൽ കുറിപ്പിട്ടതും എന്നതും അറിയുന്നത് വസ്തുതയാണ്. പക്ഷേ തനിക്കേറ്റ വീഴ്ചയിലേറ്റ പരിക്കിനെ തുടർന്ന് മമതാ ബാനർജി ആശുപത്രി വിട്ടുവെങ്കിൽ കൂടിയും അതിന് പിന്നിൽ വലിയ തരത്തിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ആരോ പിന്നിൽ നിന്ന് തള്ളിയതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം മമതാ ബാനർജി അത്തരത്തിൽ തന്നെയാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. തന്നെ പിന്നിൽ നിന്ന് ആരോ ചവിട്ടി തള്ളിയതുപോലെയാണ് തോന്നിയത്, അങ്ങനെയാണ് അവർ ഷോക്കേസിലേക്ക് വീണത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് തലയിടിച്ച് രക്തം ഒഴുകിയത് എന്നതാണ് മമതാ ബാനർജി തന്നെ പറയുന്നത്. മമതാ ബാനർജി അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് പിന്നിൽ രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ, അങ്ങനെ അവരെ അപകടപ്പെടുത്തുന്നതിന്, അപായപ്പെടുത്തുന്നതിന്, ഇല്ലെങ്കിൽ അത് കൊല ചെയ്യുന്നതിനുള്ള ശ്രമമാണോ നടന്നിട്ടുള്ളത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും അതിന് പിന്നിൽ? ഇന്ത്യ മുന്നണിയുമായിട്ടൊക്കെ ഇപ്പോൾ പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മാത്രമല്ല BJPയുമായിട്ടും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തൃണമൂൽ കോൺഗ്രസിന്. ഒപ്പം തന്നെ പശ്ചിമ ബംഗാൾ പോലൊരു സ്ഥലത്ത് കാലാകാലങ്ങളായി ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ഒരു വ്യക്തിത്വം കൂടിയാണ് ഈ മമതാ ബാനർജി എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ പല മേഖലകളിൽ നിന്ന് ഉള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട്. മാത്രമല്ല പലതരത്തിലുള്ള ഇവർക്കെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഇവരെ പരിക്കേൽപ്പിച്ചവർ അല്ലെങ്കിൽ ഇവർക്ക് എതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുത്താൻ കാത്തുനിന്നവർ ഉണ്ടോ എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. മാത്രമല്ല ഇവരുടെ സഹോദരപുത്രനുമായുള്ള ഒരു തെറ്റിപ്പിരിച്ചിലുണ്ടായിരുന്നു, അതും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് പരിക്കേൽപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അപകടപ്പെടുത്തുന്നതിനോ അപായപ്പെടുത്തുന്നതിനോ കൊല ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ചിത്രത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ മമതാ ബാനർജിയെ വധിക്കുന്നതിനുള്ള ശ്രമമായിരുന്നു എന്ന് അറിയാൻ കഴിയുകയുള്ളൂ.